കവചപ്രാവശ്യം ലേഹ്യം ഉണ്ടായിരുന്നു. അത് എന്തിനാണെന്നുള്ളത് എനിക്കറിയില്ല. ലേഹ്യം ചവനപ്രാവശ്യമാണെന്ന് പറഞ്ഞു. ചവനപ്രാവശ്യം എന്നുള്ള നമുക്കറിയാലോ, പ്രതിരോധശേഷി കൂട്ടാൻ ചവന മഹർഷിമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചവനപ്രാവശ്യം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ചവനപ്രാവശ്യം എന്നുള്ള ലേഹ്യം നമ്മൾ വീട്ടിലെ കുട്ടികൾക്കൊക്കെ കൊടുത്തു. എന്റെ മോൾക്ക് കടുത്ത തുമ്മൽ അലർജി ആയിരുന്നു. എന്റെ മൂത്ത മോൾക്ക് 3 അലോപ്പതി ഡോക്ടർമാരെയും ഒരു ഹോമിയോ ഡോക്ടറെയും കാണിച്ചിട്ട് മാറാതിരുന്ന, മരുന്ന് കഴിക്കുമ്പോൾ മാത്രം വ്യത്യാസപ്പെടുന്ന, മരുന്ന് നിർത്തി കഴിഞ്ഞാല് വീണ്ടും തുടങ്ങും. അങ്ങനത്തെ ഒരു കടുത്ത തുമ്മൽ അലർജി ആയിരുന്നു. ആ തുമ്മൽ അലർജിക്ക് ക്രമേണ അങ്ങനെ ആശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിലൊരു മണം കേൾക്കാൻ പറ്റില്ല, ഒരു മീൻ പൊരിക്കാൻ പറ്റില്ല, ഒരു സ്പ്രേ അടിക്കാൻ അറിയില്ല, അത്ര ക്ഷണമൊന്നും അറിയില്ല. അന്ന് മണം ഉണ്ടായി കഴിഞ്ഞാൽ അന്ന് അടിയാ. തുമ്മിയിട്ട് നേരെ വെളുത്ത് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ തന്നെ മിനിമം ഒരു 10 തുമ്മലെങ്കിലും തുമ്മിയല്ലാതെ അവൾക്ക് എഴുന്നേറ്റ് വരാൻ പറ്റില്ല. എപ്പോഴും കണ്ണിന്നും മുഖന്നൊക്കെ വെള്ളം വന്നുകൊണ്ട് ഭയങ്കര അലർജി ആയിരുന്നു. പക്ഷേ ഈ അലർജിക്ക് ഇങ്ങനെ കുറവ് വന്നു തുടങ്ങി, തുമ്മലിനൊക്കെ കുറഞ്ഞു വന്നു തുടങ്ങി. അപ്പൊ ഞാന് എന്റെ അസുഖത്തിന്റെ അടുത്ത് ചോദിച്ചു ഇത് എന്തിനുള്ള സംഭവമാണ് ഈ ലേഹ്യം എന്നുള്ളത് ചോദിച്ചു. അപ്പൊ അതായത് പ്രതിരോധശേഷി കൂട്ടാൻ പറ്റും, തുമ്മൽ അലർജി മാറ്റാൻ പറ്റും, അങ്ങനെ പനി ഇടയ്ക്ക് പനി, ജലദോഷം, പനി തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ, കഫക്കെട്ട്, ചുമക്ക് വരണൊക്കെ മാറ്റാൻ പറ്റുന്ന നല്ലൊരു ലേഹ്യമാണ് ആയുഷ്മാൻ സർട്ടിഫിക്കറ്റ് ഉള്ളതെന്ന് വെച്ചാൽ അതിനെ കുറിച്ച് അവളിങ്ങനെ വിവരിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ പറഞ്ഞു എന്തായാലും എന്റെ മോൾക്ക് തുമ്മൽ അലർജിക്ക് കുറവുണ്ട് കേട്ടാ. ഞാൻ വളരെ ഹാപ്പിയായി ആ കാര്യത്തില്. കാരണം നമ്മൾ ഡോക്ടറെ കൊണ്ടിട്ടും അവളുടെ ഈ പ്രയാസങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക. ഇത് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ നമുക്കറിയാലോ, ഒരു ചെറിയൊരു ഗുളിക കിട്ടുക. ആ ഗുളിക കഴിക്കുമ്പോ പിന്നെ കോഴി അഞ്ചാവടിച്ച പോലെ ഇങ്ങനെ എപ്പോഴും ആവശ്യമായിട്ട് ഇങ്ങനെ ക്ഷീണിച്ചിങ്ങനെ കിടക്കാല എപ്പോഴും. അപ്പൊ അതിന്നൊക്കെ മാറ്റം വന്നപ്പോ ഞാൻ സന്തോഷം. അതായത് നമ്മള് തുടർച്ചയായിട്ട് വീണ്ടും ഈ ലേഹ്യം, ഈ 5000 രൂപയുടെ ഉൽപ്പന്നം എനിക്ക് കൊണ്ടുവന്നു. പിന്നീട് ഞാൻ 10000 രൂപയോളം സംഘടിപ്പിച്ചിട്ട് അതിന്റെ കൂടെ ഈ 5000 രൂപയുടെ ഉൽപ്പന്നം നമ്മൾ ലേഹ്യം മാത്രം ഉപയോഗിച്ചുള്ളൂ. ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. ആ പൈസ കൂട്ടിയിട്ട് അതിൽ കൂടെ കുറച്ച് പൈസ കൊണ്ട് കൂട്ടിയിട്ട് 10000 രൂപയ്ക്ക് വീണ്ടും ഉൽപ്പന്നം കൊടുത്തത്.